പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 30-ാം വാക്യം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അതിന് മുന്നിലുള്ള വാക്യം 28-ാം വാക്യം പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നോക്കൂ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വിളിക്കുക, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവ ഗുണങ്ങളെ പറ്റി. 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. ആ ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതായത് സ്വന്തം രൂപം, ഹല്ലേലൂയ, ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ വിളങ്ങി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മനുഷ്യനായിട്ടാണ്, ഹല്ലേലൂയ, സ്വന്തം സാദൃശ്യത്തിൽ, ഹല്ലേലൂയ, മനുഷ്യനായിട്ടാണ് ഭൂമിയിലായി തീർന്നത്. നമ്മെ പോലെ ആയിത്തീരുവാൻ, അതായത് ഇവിടെ പറഞ്ഞൊക്കെ ക്രിസ്തുവേശുള്ള ആ ഭാവം, ഹല്ലേലൂയ, സൗമ്യമായിട്ടുള്ള ആ ഭാവം, ആ ഒരു സ്വഭാവം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണമെന്നാണ് അപ്പൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, സൗമ്യതയും സാവധാനതയുമുള്ള ആ ജീവിതം നയിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. നോക്കൂ, മോശ എങ്ങനെയായിരുന്നു പ്രിയ മക്കളെ ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ നയിച്ചത്. ഹല്ലേലൂയ. അന്നത്തെ ജനങ്ങളുടെ, ഹല്ലേലൂയ, ആ പിറുപിറുപ്പ് സ്വഭാവങ്ങളൊക്കെ, ഹല്ലേലൂയ, മോശ കണ്ടപ്പോൾ മോശ തന്നെ മോശയെ ഒരുക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് നാം നമ്മെ തന്നെ ആ ഒരു സ്ഥിതിയിലേക്കൊന്ന് കൊണ്ടുപോകും. എങ്ങനെയായിരിക്കും നമ്മളുടെ സ്വഭാവമായി തീർന്നത്? പ്രിയ മക്കളെ, നാം ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, യേശുപ്പന്റെ ആ ക്രൂശ് മരണത്തെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ, ആ ക്രൂശിനെ നമ്മളൊന്ന് കാണുകയാണെങ്കിൽ നമ്മളിലുള്ള ആ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം പോലും, ഹല്ലേലൂയ, ഊറ്റിത്തന്ന ആ കർത്താവിന്റെ സന്നിധി നാം ഇരിക്കുമ്പോൾ യേശുപ്പനുള്ള ഭാവം നമ്മളിലും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ദാവീദൊക്കെ എങ്ങനെയായിരുന്നു പ്രിയ മക്കളെ ആയിത്തീർന്നത്? ഹല്ലേലൂയ. കാട്ടിലെ ആടിനെയൊക്കെ മേയിച്ചു നടന്നപ്പോഴും, ഹല്ലേലൂയ, ക്രിസ്തു യേശുപ്പൻ, ഹല്ലേലൂയ, ദാവീദിനെ സ്നേഹിക്കുകയും, ഹല്ലേലൂയ, ദാവീദും യേശുപ്പനെ അറിയുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ അകമയുള്ള കണ്ണുകൾ തുറക്കണം പ്രിയ മക്കളെ. എങ്കിൽ മാത്രമേ നമുക്ക്, ഹല്ലേലൂയ, ആത്മീയ കാര്യങ്ങൾ ചിലത് ചെയ്യണമെങ്കിൽ ആ അകമയുള്ള കണ്ണുകൾ തുറന്നെങ്കിൽ
തുറന്നെങ്കിൽ മാത്രമേ ചിലത് ചെയ്തെടുക്കുവാൻ, ആത്മാവിൽ മുന്നോട്ട് പോകുവാൻ നമുക്കിടയായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഹല്ലേലൂയ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് കാണുവാൻ സാധിക്കണമെങ്കിൽ യേശുവിലുള്ള ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുകയും ഹല്ലേലൂയ അകമയുള്ള കണ്ണുകൾ തുറക്കുകയും ചെയ്യണം. ഹല്ലേലൂയ പുറമെയുള്ള ആ കണ്ണുകൾ തുറന്നാൽ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്വഭാവം നമ്മളിൽ വരികയില്ല. ഹല്ലേലൂയ ഹൃദയ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അതായത് പലവിധമായ പ്രയാസങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നാം ആ നമ്മുടെ വിഷയത്തെ നമ്മൾ വലുതായിട്ട് കാണും. പക്ഷേ യേശുപ്പന്റെ സന്നിധിയിൽ നമ്മൾ ആ വിഷയം വെക്കുമ്പോൾ അതൊക്കെ ഹല്ലേലൂയ ഒന്നുമില്ലാതായി തീരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ യോസഫിനെ നോക്കൂ, സഹോദരന്മാർ എല്ലാവരും അവനെ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞു, പലതും ചെയ്തു, മാതാപിതാക്കളും അവനോട് പലതും പറഞ്ഞെങ്കിലും അവന്റെ സ്വപ്നത്തിൽ അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ യേശുപ്പനിൽ വിശ്വസിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ ദാവീദിനെ നോക്കൂ, ഹല്ലേലൂയ എന്നും കാട്ടിൽ ആടിനെ മേയിച്ച് നടക്കുവാൻ മാത്രമല്ല, ഒരു നാളിൽ എൻ്റെ ദൈവം എന്നെ എടുത്തുപയോഗിക്കും. ഹല്ലേലൂയ നമ്മയും എടുത്തുപയോഗിക്കും. പ്രിയ മക്കളെ, നമ്മുടെ അവസ്ഥ അറിയുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ അനേകർക്ക് ഞാനൊരു അനുഗ്രഹമായി തീരുമെന്ന് നമ്മൾ തന്നെ അങ്ങ് പറയണം. ഹല്ലേലൂയ നോക്കൂ, ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ ദാവീദിന് സാധിക്കുമെങ്കിൽ അഭിഷേകത്താൽ, വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ പലതും നമ്മളിലൂടെയും ചെയ്തെടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുകയാണോ, തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ ഹൃദയ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ നോക്കൂ, ഹല്ലേലൂയ നമുക്കറിയാമല്ലോ 12 വർഷത്തിലധികമായി ഹല്ലേലൂയ രോഗം ബാധിച്ച് കിടന്ന ആ സ്ത്രീക്ക് ഹല്ലേലൂയ അവൾക്കറിയാം രക്തസ്രാവം നിൽക്കണമെങ്കിൽ അവൾക്കുടെ ഹൃദയ കണ്ണ് തുറന്നു, എൻ്റെ യേശുവിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ പ്രിയ മക്കളെ, ഹൃദയ കണ്ണ് തുറക്കണം. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ യേശുപ്പൻ എന്താ നമ്മളോട് പറഞ്ഞ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുന്ന നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ നാം അപ്പന് വേണ്ടി ഒന്ന് ഒരുക്കി നമ്മുടെ ഹൃദയം ഒന്ന് പകർന്നു കൊടുത്താൽ മതി, യേശുവിലേക്ക് നമ്മളൊന്ന് ചെന്നാൽ മതി. നമ്മെ സ്നേഹിക്കുന്ന നല്ല പിതാവ് നമ്മെ വിളിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും. ഹല്ലേലൂയ ഇന്ന് വിചാരപ്പെട്ട് ഹല്ലേലൂയ മനസ്സ് കലങ്ങി കഴിയുന്ന ഓരോ ജീവിതങ്ങളും നോക്കുമ്പോൾ ഹല്ലേലൂയ യേശുവിനെ വേണ്ടും പോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഹല്ലേലൂയ അതുകൊണ്ടാണ് ഭാരവും പ്രയാസങ്ങളും എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നവർ ഭാരപ്പെട്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെയെക്കുറിച്ച് നമ്മളെ വിചാരപ്പെട്ട് മനം കലങ്ങി നമ്മളെ ഹല്ലേലൂയ എങ്ങനെയായി തീരുമെന്ന് ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി കരുതുന്ന നല്ലൊരു പിതാവ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രിയ ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്താകുലങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെക്കാം. ഹല്ലേലൂയ അപ്പനോട് നമുക്ക് പറയാം, അപ്പ എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണെന്ന്. വിശ്വാസത്തോട് നമുക്ക് മുന്നേറാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമാണ് യേശുവിനെ നോക്കി നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ഹല്ലേലൂയ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഹല്ലേലൂയ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ നിങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നത് എന്തിനാ? ഹല്ലേലൂയ മറിയോട് മാർത്തയോട് ചോദിക്കുമ്പോൾ പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ മനം കലങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് വേണ്ടി നല്ലത് ചെയ്യുകയാണോ, തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ നമ്മെ വിചാരിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ യേശുപ്പന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ കർത്താവെ എന്നെ ഒരുക്കണമേ, എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം.
കർത്താവേ, ഇന്ന് ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ വിടുതലുണ്ടാകുവാൻ, അവരവരവരൊന്ന് കണ്ട് ഹല്ലേലൂയ ഉണരുവാൻ, ഹൃദയ കണ്ണുകളൊന്ന് തുറക്കുവാൻ എൻ്റെ ദൈവം സഹായിക്കണമേ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണം. എൻ്റെ കർത്താവ് ഓരോരുത്തരോട് സംസാരിക്കണമേ. യേശുപ്പച്ചൻ്റെ ഭാവം ഓരോരുത്തരും ഉണ്ടാകുവാൻ, കർത്താവിൽ അനുസരണമുള്ളവരായി അബ്രഹാം എങ്ങനെ അനുസരിച്ച് യേശു വിശ്വസിച്ചോ അതുപോലെ ഈ ദിവസങ്ങളിൽ വിശ്വാസ കണ്ണുകളാൽ യേശുവിനെ കണ്ടു മുന്നേറുവാൻ ഓരോ മക്കൾക്കും കൃപ ചെയ്യണമേ. അപ്പന്റെ കരങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു, അടിയനെയും സമർപ്പിക്കുന്നപ്പ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണം. ഓരോരുത്തരോടും സംസാരിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.